ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും അല്ല, ഒന്ന് രണ്ട് പിള്ളേർ എപ്പോഴും എനിക്ക് കമൻറ്റ് ഇടുന്ന പിള്ളേർ പറയാറുണ്ട് ഇവിടെ റൊമാൻറ്റിക് സീൻ പറയാനായിട്ട്. അത് പറയണമെന്ന് തന്നെ വിചാരിച്ചിട്ടായിരുന്നു ഇരുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീരിയൽ ഹിന്ദി റീമേക്ക് കാണാത്ത ആൾക്കാരാണ് ഇതിൽ പകുതി ഒരു 80% ആൾക്കാർ കമൻറ്റ് ഇടും. അപ്പോൾ അവർക്ക് നമ്മൾ പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവില്ലെന്ന് വരും. എങ്കിലും ഞാനൊരു ദിവസം ഇനി മുതൽ ഒരു വീഡിയോ എങ്കിലും ഇവിടെ റൊമാൻറ്റിക് വീഡിയോ ഇടണമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വരാൻ പോകുന്ന ഭാഗം പറയാം. അങ്ങനെ നമ്മുടെ ലാവണ്യ ഇറങ്ങിപ്പോണ ആ ഒരു വിഷമത്തിൽ നമ്മുടെ ശ്രുതിക്ക് വല്ലാത്തൊരു വിഷമമാണ്. ശ്രുതി അപ്പോൾ ഒരു ലവ് ലെറ്റർ എഴുതുവാണ്. ലാവണ്യ എഴുതി എന്ന് പറഞ്ഞ എന്ന രീതിയിലാണ് കേട്ടോ എഴുതുന്നത്. അത് അശ്വിൻ്റെ കയ്യിൽ കൊടുക്കുന്ന ഭാഗം വരെയാണ് ഇന്നലെ പറഞ്ഞത്. അപ്പോൾ അശ്വിൻ അത് നമ്മുടെ ശ്രുതിയുടെ മുഖത്ത് നോക്കിയിട്ട് ആ പേപ്പർ കീറിക്കളയുന്നുണ്ട്. അപ്പോൾ അതുവരെയാണ് ഇന്നത്തെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞപ്പോൾ ഇനി അത് അടുത്താണ് പറയാൻ പോണത്. അങ്ങനെ കീറിക്കളയുമ്പോൾ നമ്മുടെ ശ്രുതി ചോദിക്കും, എന്തിനാ സർ ഇത് കീറിക്കളയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട്, നീ ഒരു ലവ് ലെറ്റർ തന്നു, അതിനുള്ള മറുപടിയാണ് ഞാൻ തന്നത് എന്ന് പറയുവാണ്. ആ സമയത്ത് നമ്മുടെ ശ്രുതി ഒന്നും മിണ്ടില്ല. ശ്രുതി അവിടെ നിന്ന് വിഷമത്തോടു കൂടി തന്നെ പോകുവാണ്. പോണ സമയത്ത് നമ്മുടെ ശ്യാം ഉണ്ടല്ലോ, ശ്യാം അഞ്ജലിനെ വിളിക്കുന്നുണ്ട്. ഹലോ മഹാറാണി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും നമ്മുടെ അഞ്ജലി, എന്താ ചേട്ടാ നവരാത്രിക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ എത്തിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ എത്തി, വീടിന് മുമ്പിലെത്തി എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. ശ്യാം മനസ്സിൽ വിചാരിക്കുകയാണ്, ഹാവു സമാധാനമായി, ഇന്നത്തോടു കൂടി ശ്രുതി ഈ വീട്ടിലില്ല, സമാധാനമായിട്ട് വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും വരാൻ പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറാൻ വേണ്ടി പോകുക കേട്ടോ. കാരണം ശ്രുതി ഇല്ല എന്ന് വെച്ചിട്ടാണ് നമ്മുടെ ശ്യാം അകത്തേക്ക് കയറുന്നത്. അങ്ങനെ വാതിൽ തുറക്കുമ്പോഴാണ് ശ്രുതി പുറത്തേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ പ്രൊമോയിൽ കണ്ടുവരെ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന ഭാഗം കണ്ടത്. അങ്ങനെ ശ്രുതി ആണെങ്കിൽ അത്ഭുതത്തോടു കൂടി തന്നെ ശ്യാമിനെ നോക്കൂ. ശ്യാമാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് ശ്യാം അകത്തേക്ക് നോക്കുമ്പോഴേക്കും അവിടെ ആരെയും കാണുന്നില്ല. അല്ല ശ്യാം സാർ എന്താ ഇവിടെ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ശ്യാം പറയുന്നുണ്ട്, അത് ശ്രുതി ഞാൻ നിന്നെ കാണാൻ വന്നതാ, എന്ത് പറ്റി സാർ, അച്ഛൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛനെ പ്രശ്നമൊന്നുമില്ല ശ്രുതി, പക്ഷെ അച്ഛൻ എന്തോ ഒരു വിഷമം, നിന്നെക്കുറിച്ച് ആലോചിച്ചാൽ വിഷമമെന്ന് എനിക്ക് തോന്നി, അപ്പം നിന്നോടത് പറഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് നീ ഈ വഴി പോയപ്പോൾ ഒന്ന് കയറിയത്, നീ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോ, അച്ഛൻ്റെ മനസ്സിന് ഒരു വേദനയും വിഷമമൊക്കെ ഉണ്ട്, അതിനെന്താ സാർ വീട്ടിലേക്കല്ലേ പോ, നമുക്ക് ഒരുമിച്ച് പോകുമെന്ന് പറയുമ്പോൾ അല്ല ശ്രുതി പോയിക്കോ, അല്ല സാറിൻ്റെ കയ്യിൽ എന്താ പൂജക്കുള്ള സാധനങ്ങളാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഇത് വീട്ടിലേക്കല്ലേ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറയാണ്. അങ്ങനെ ശ്രുതി അഞ്ജലിക്ക് വേണ്ടി ശ്യാം മേടിച്ചുകൊണ്ടുവന്ന പൂജ സാധനങ്ങളൊക്കെ ശ്രുതി വേഗം അവിടെ വീട്ടിലേക്കാണ് ശ്രുതി കൊണ്ടുപോകാം കേട്ടോ. അങ്ങനെ ശ്രുതി പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്യാം ഇതുപോലെ വീട്ടിലേക്ക് കയറുവാണ്. ആ സമയത്ത് നമ്മുടെ അഞ്ജലി ചോദിക്കണ്ട, ശ്യാമേട്ടൻ ഇങ്ങനെ എത്തിയോ, ശ്യാമേട്ടൻ ശ്രുതിനെ കണ്ടിരുന്നോ, ശ്രുതിനെയോ, എനിക്ക് ശ്രുതി ആരാണെന്ന് പോലും അറിയില്ല, ഞാൻ ആ കുട്ടീനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ലെന്ന് പറയാണ്. ആ ശ്രുതി ഇപ്പോൾ വിഷമത്തോടു കൂടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയായിരുന്നു, എന്ത് ചെയ്യാനാ, കുഞ്ഞിൻ്റെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് എല്ലാവർക്കും വിഷമം തന്നെയാണെന്ന് പറയുകയാണ്. എന്നിട്ട് അഞ്ജലി കരയുവാട്ടോ. അപ്പം ശ്യാം പറയേണ്ടത്, നീ കരയല്ലേ, നമുക്കത് ശരിയാക്കാം, എങ്ങനെ ശരിയാക്കാമെന്ന് ഏട്ടൻ പറയണേന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട്, നമുക്കത് ശരിയാക്കാം എന്നൊക്കെ പറയുവാണ്. അതേസമയം ശ്രുതി അവിടെ നേരെ പോണത് ലാവണ്യ നിൽക്കണ ആ ഒരു ഹോസ്റ്റലിലേക്കാണ് പോണത്. അപ്പോൾ അവിടെ പോകുമ്പോഴേക്കും ലാവണ്യ എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ശ്രുതി ഇങ്ങനെ വേഗം ലാവണ്യയുടെ ബെല്ലിങ്ങനെ അടിക്കുമ്പോൾ ലാവണ്യ വാതിൽ നോക്കണം, കാർട്ടൂൺ ബേബി നീയായിരുന്നു, നിന്നെക്കുറിച്ച് ഞാനിപ്പോൾ ആലോചിച്ചേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി അകത്തേക്ക് നോക്കുമ്പോൾ ബാഗിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ്. മേഡം എല്ലാം എടുത്തു വെച്ചിരിക്കുകയാണോ അശ്വിൻ സാറിൻ്റെ വീട്ടിൽ പോകാനായിട്ട് എന്ന് പറയുമ്പോൾ ലാവണ്യ ഒന്നും മിണ്ടുന്നില്ല. ലാവണ്യ ഒരു ഗിഫ്റ്റ് ബോക്സ് നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. നോക്ക് ശ്രുതി, ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ചതാണ്, എനിക്ക് വേണ്ടിയിട്ടോ. അതെ, നീ എൻ്റെ കൂടെ സാറിൻ്റെ വീട്ടിൽ ഒരുപാട് ദിവസം ഉണ്ടായിരുന്നു, ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ശ്രുതി, അതുകൊണ്ട് നിനക്ക് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച ഒരു ഗിഫ്റ്റായത് എന്ന് പറഞ്ഞിട്ട് ശ്രുതിക്ക് ലാവണ്യ ആ ഗിഫ്റ്റ് കൊടുക്കുക കേട്ടോ. അത് ശ്രുതി ചോദിക്കാണ്ട്, എല്ലാം മേഡം അപ്പോൾ ഈ പാക്കൊക്കെ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്, ഞാൻ ഇവിടെ നിന്ന് പോകുവാണെന്നോ, എങ്ങോട്ടേക്കാണ് മേഡം പോകണം, നാട്ടിലേക്ക് പോകുവാണ്, പോയിട്ട് എപ്പോൾ വരും, ഇല്ല കാർട്ടൂൺ ബേബി ഞാൻ നാട്ടിലേക്കല്ല പോണത്, ലണ്ടനിലേക്കാണ് പോണത്, ഞാൻ തിരിച്ചു വരവ് ഉണ്ടാവില്ലെന്ന് പറയുവാണ്. അയ്യോ മേഡം എന്തൊക്കെയാണ് പറയണേന്ന് ചോദിക്കുമ്പോൾ അതെ സാറിന് എന്നെ വേണ്ട, പിന്നെ എന്തിനാ ശ്രുതി ഞാനിവിടെ നിൽക്കുന്നത്, ഞാൻ എന്തായാലും ഈ നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് ലണ്ടനിലേക്ക് പോവാണ്, തിരിച്ച് എന്തായാലും ഇങ്ങോട്ട് വരില്ല, നമ്മളിനി കാണില്ല എന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് ശ്രുതി പറയണ്ട്, നോക്കിലാവണ്യ മേഡം സാറ് ഭയങ്കര വിഷമത്തിലാണ് വീട്ടിൽ, ഞാനിപ്പോൾ വീട്ടിൽ പോയിട്ടാണ് വരണത്. നീ പറഞ്ഞ സത്യമാണോ കാർട്ടൂൺ ബേബി, അതേന്നേ ഞാനത്തെ മേഡത്തിനോട് കള്ളം പറഞ്ഞത്, മേഡം വരുമോയെന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കുക പാവം എന്ന് പറയുമ്പോൾ ലാവണ്യയുടെ മനസ്സ് ചെറുതായിട്ടൊന്ന് ഇളകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി ലാവണ്യായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ ചൊവ്വാഴ്ച കാണാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്, അതുവരെ ടേക്ക് കെയർ, ബൈ.